ഈ ഒരു പൈപ്പ് ക്ലീനർ ക്രാഫ്റ്റ് കാണാത്തവരാരും ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലവർ ഉണ്ടാക്കാം. സോ ഒരു പൈപ്പ് ക്ലീനർ ഹാഫായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് വീണ്ടും ഹാഫായിട്ട് മടക്കിയതിനു ശേഷം സെൻറ്ററിലോട്ട് വീണ്ടും ഫോൾഡ് ചെയ്ത് ഒരു പെറ്റലിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ഇങ്ങനെ കുറച്ച് അധികം ചെയ്തെടുക്കണം. ഇനി വേറെ കളർ പൈപ്പ് ക്ലീനർ എടുത്ത് അത് നന്നായിട്ട് സ്പൈറൽ പോലെ റോൾ ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പെറ്റൽസ് എല്ലാം ഈ സ്പൈറലിന്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഒരു റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ആ പെറ്റൽസിന്റെ മുകളിലായിട്ട് അടുത്ത റൗണ്ടും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി സ്റ്റെം ചെയ്യാനായിട്ട് ഗ്രീൻ പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഒരു സൈഡിൽ 3 തവണ സിഗ്സാഗ് ആയിട്ട് മടക്കി കൊടുക്കണം. ഇനി ആ മടക്കിയ ഭാഗങ്ങൾ ഓരോന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും കൂടെ കൂട്ടിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതൊരു സ്റ്റെമ്മിന്റെ രൂപത്തിലായിട്ട് കിട്ടും. ഇതുപോലെ 2 എണ്ണം ചെയ്തെടുക്കണം. എന്നിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഫ്ലവറിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ വരുന്ന പെറ്റൽസ് എല്ലാം ഒന്നിങ്ങനെ മുകളിലോട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നൂല് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. അതിലോട്ട് കുറച്ച് പേപ്പറും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഈ ഫ്ലവേഴ്സിനെ നമുക്ക് അതിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് കുത്തി കൊടുക്കുക. അതുപോലെ പൈപ്പ് ക്ലീനർ ഉപയോഗിച്ച് ലീവ്സും കൂടെ ചെയ്തിട്ടുണ്ട്. അതും 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ റീക്രിയേഷൻ?